നമ്മൾ ഇന്ന് യാത്ര പോകുന്നത് കോട്ടയം ജില്ലയിലെ ഹൈറേഞ്ച് രാഷ്ട്രീയത്തിൻ്റെ ഹൃദയഭൂമിയായിട്ടുള്ള കാഞ്ഞിരപ്പള്ളിയിലേക്കാണ്. കാഞ്ഞിരപ്പള്ളി ഇത്തവണ കേരളം ഉറ്റുനോക്കുന്ന ഏറ്റവും വലിയ VIP പോരാട്ടത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. അവിടുത്തെ സ്ഥാനാർത്ഥികളെ നോക്കുക. കാഞ്ഞിരപ്പള്ളിയിലേത് LDFിന് വേണ്ടി N ജയരാജാണ് മത്സരിക്കുന്നത്, കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രതിനിധിയായിട്ട്. UDFിന് വേണ്ടി റോണി കെ ബേബിയാണ് അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. NDAക്ക് വേണ്ടി ജോർജ് കുര്യൻ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയും ചെയ്യുന്നു. കോട്ടയം ജില്ലയിലെ ഹൈറേഞ്ച് രാഷ്ട്രീയത്തിൻ്റെ ഹൃദയഭൂമി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാഞ്ഞിരപ്പള്ളി ഒരു VIP പോരാട്ടത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അതിൻ്റെ പ്രചാരണം മൂർധന്യാവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. റബ്ബർ കർഷകരുടെ വിധി നിശ്ചയിക്കുന്ന മണ്ണാണ് അത്. സിറ്റിംഗ് MLAയും ഗവൺമെൻറ് ചീഫ് വിപ്പുമായ ഡോക്ടർ N ജയരാജ് തൻ്റെ ആധിപത്യം തുടരുന്നതിന് വേണ്ടി പ്രചാരണം അതിശക്തമാക്കിയിരിക്കുന്നു. യുവത്വത്തിൻ്റെ കരുത്തുമായിട്ട് റോണി കെ ബേബിയിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാൻ UDF സർവ്വസന്നാഹങ്ങളും ഒരുക്കിയുള്ള പ്രചാരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിലുള്ള കരുത്തും വ്യക്തിപ്രഭാവവുമായി ജോർജ് കുര്യൻ താമര ചിഹ്നത്തിൽ ആ മണ്ഡലത്തിലുടനീളം പ്രചാരണം ശക്തമാക്കിയിരിക്കുന്നു. വലിയ നിരയും അദ്ദേഹത്തിൻ്റെ പിറകെയുണ്ട്. അതോടുകൂടി കാഞ്ഞിരപ്പള്ളിയിലെ അംഗത്തട്ട് തീർച്ചയായിട്ടും അക്ഷരാർത്ഥത്തിൽ പ്രവചനാതീതമായ രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ മണ്ഡലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മലയോരത്തിൻ്റെ പൗരുഷം, റബ്ബർ പാല് പോലെ വെളുത്ത മനസ്സുള്ള കർഷകരുടെ നാട്, രാഷ്ട്രീയ കേരളത്തിൻ്റെ കണ്ണ് എപ്പോഴും മുടക്കി നിൽക്കുന്ന ഹൈറേഞ്ചിൻ്റെ കവാടം എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഇത്തവണ കാഞ്ഞിരപ്പള്ളിയിലെ കാറ്റിൽ വെറും ഒരു രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ചൂടല്ല, മറിച്ച് അതിശക്തമായ ഒരു ത്രികോണ യുദ്ധത്തിൻ്റെ ഇരമ്പലാണ് ഉള്ളത് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാഞ്ഞിരപ്പള്ളിയുടെ വികസന നായകനെന്ന് ഇടതുപക്ഷം വിശേഷിപ്പിക്കുന്ന ഡോക്ടർ N ജയരാജ് തൻ്റെ കോട്ട കാക്കുന്നതിന് വേണ്ടി കേരള കോൺഗ്രസ് എമ്മിൻ്റെ കരുത്തിൽ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ യുവ പോരാളി റോണി കെ ബേബിയിലൂടെ ആ ചുവപ്പ് കോട്ട പിളർത്താൻ UDF വൻ തന്ത്രങ്ങളാണ് മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ മോദി സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ട് കേന്ദ്രമന്ത്രി എന്നുള്ള തലപ്പൊക്കവുമായിട്ട് ജോർജ് കുര്യൻ താമര വിരിയിക്കാൻ അവിടെ അതിശക്തമായിട്ടുള്ള പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കാഞ്ഞിരപ്പള്ളി ആരെയാണ് തുണയ്ക്കുക? റബ്ബറിൻ്റെ വിലയും വന്യജീവി ആക്രമണവും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് മാറ്റിമറിക്കുക? രാഷ്ട്രീയ സാഹചര്യം നമുക്ക് നോക്കാം. കാഞ്ഞിരപ്പള്ളി മണ്ഡലം ദീർഘകാലം UDFിൻ്റെ പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് ഗ്രൂപ്പുകളുടെ ഉറച്ച കേന്ദ്രമായിരുന്നു എന്നുള്ള കാര്യം. പക്ഷേ 2021 എത്തിയപ്പോൾ കേരള കോൺഗ്രസ് എം ഇടതുമുന്നണിയിലേക്ക് മാറിയതോടുകൂടി കാഞ്ഞിരപ്പള്ളിയുടെ രാഷ്ട്രീയ ചിത്രം പൂർണ്ണമായിട്ടും മാറി. അന്ന് ഡോക്ടർ N ജയരാജ് 13,703 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. എന്നാൽ ഇത്തവണത്തെ മത്സരം വ്യത്യസ്തമാകുന്നത് BJP ജോർജ് കുര്യൻ എന്ന് പറയുന്ന കരുത്തനായിട്ടുള്ള നേതാവിനെ ഇറക്കിയതോട് കൂടിയിട്ടാണ്. കഴിഞ്ഞ തവണ അൽഫോൺസ് കണ്ണന്താനത്തിലൂടെ BJP 20,000-ഓളം വോട്ടുകൾ പിടിച്ചിരുന്നു. ഇത്തവണ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ ജോർജ് കുര്യൻ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ മണ്ഡലത്തിലെ ക്രൈസ്തവ വോട്ടുകളിലും നിഷ്പക്ഷ വോട്ടുകളിലും വലിയ രീതിയിലുള്ള ചലനമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇനി മറുവശത്തേക്ക് വരികയാണെങ്കിൽ റോണി കെ ബേബിയുടെ യുവത്വവും കോൺഗ്രസിൻ്റെ സംഘടനാ കരുത്തും UDFിന് വലിയ രീതിയിലുള്ള പ്രതീക്ഷ നൽകുന്നുവെന്നാണ് അവിടുത്തെ ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സ്ഥാനാർത്ഥികളെ നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം. LDFിലെ ഡോക്ടർ N ജയരാജ് കേരള കോൺഗ്രസ് എം ആണ്. അദ്ദേഹത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? കാഞ്ഞിരപ്പള്ളിയുടെ മുക്കുമൂലകളൊക്കെ അറിയാവുന്ന 4 തവണ MLA ആയ ഭരണപരിചയമാണ്. ചീഫ് വിപ്പ് എന്നുള്ള നിലയിലുള്ള സ്വാധീനമാണ്. ഇടതുപക്ഷത്തിൻ്റെ കേഡർ വോട്ടുകൾക്കൊപ്പം കേരള കോൺഗ്രസ് എമ്മിൻ്റെ അടിയുറച്ച വോട്ട് ബാങ്കും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ശക്തിയായിട്ട് വരുന്നു. പക്ഷേ എന്താണ് അദ്ദേഹത്തിൻ്റെ വെല്ലുവിളി? 10 വർഷത്തെ പിണറായി സർക്കാരിനെതിരെ ഉണ്ട് എന്ന് പറയപ്പെടുന്ന ഭരണവിരുദ്ധ വികാരം. റബ്ബർ വില തകർച്ചയിൽ കർഷകർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടില്ല എന്ന പ്രതിപക്ഷം ഇപ്പോഴും വിവിധ ഇടങ്ങളിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ആരോപണം. ഇനി UDFിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള കോൺഗ്രസ്സുകാരനായിട്ടുള്ള നേതാവായിട്ടുള്ള റോണി കെ ബേബിയിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശക്തി എന്താണെന്ന് നോക്കാം. യുവജന സംഘടനകളിലൂടെയൊക്കെയുള്ള കരുത്താണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ശക്തി. മണ്ഡലത്തിലെ യുവാക്കൾക്കിടയിലും ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിലുമൊക്കെയുള്ള ഒരു സ്വീകാര്യതയുണ്ട്. മാത്യു കുഴൽനാടൻ്റെ മോഡലിൽ ഒരു യുവ പടത്തലവനെ കാഞ്ഞിരപ്പള്ളിയിൽ ആവശ്യമാണ് എന്നുള്ള UDF പ്രവർത്തകരുടെ ആവേശം അതിന് അരുനിൽക്കുകയും ചെയ്യുന്നു. പക്ഷേ ചില വെല്ലുവിളികളുണ്ട്. ആ വെല്ലുവിളി എന്ന് പറയുന്നത് ജയരാജനെ പോലെ ഒരു കരുത്തനായ നേതാവിനെ നേരിടാൻ ആവശ്യമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള വോട്ടുകൾ സമാഹരിക്കുക എന്നുള്ളതാണ്. UDF വിട്ടുപോയ കേരള കോൺഗ്രസ് വോട്ടുകൾ തിരിച്ചു പിടിക്കുക എന്നുള്ള ദൗത്യം അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് വരും. ഇനി NDAയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ BJPക്ക് വേണ്ടി അവിടെയുള്ളത് ജോർജ് കുര്യൻ എന്ന് പറയുന്ന നമ്മൾക്കെല്ലാം അറിയാവുന്ന കേന്ദ്രമന്ത്രി. ആ കേന്ദ്രമന്ത്രി എന്ന നിലയിലുള്ള പ്രതിച്ഛായയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ശക്തി. റബ്ബർ കർഷകർക്ക് കേന്ദ്രത്തിൽ നിന്ന് നേരിട്ട് സഹായം എത്തിക്കാൻ തനിക്ക് കഴിയുമെന്നുള്ള വാഗ്ദാനം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. മണ്ഡലത്തിലെ സഭാ നേതൃത്വങ്ങളുമായിട്ട് അദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ട്. പക്ഷേ വെല്ലുവിളി ചില കാര്യങ്ങളുണ്ട്. എന്താണ് വെല്ലുവിളി? കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ താമര ചിഹ്നത്തിന് എത്രത്തോളം ക്രൈസ്തവ വോട്ടുകൾ സ്വീകരിക്കാനാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമായിട്ട് വരുന്നത്. തീർച്ചയായിട്ടും പോളിംഗിന് ശേഷം കൗണ്ടിംഗ് നടക്കുമ്പോൾ, വോട്ടെണ്ണൽ നടക്കുമ്പോൾ, അതിൻ്റെ ഫലങ്ങൾ വരുമ്പോൾ ഈ ക്രൈസ്തവ വോട്ടുകൾ സ്വീകരിക്കപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യം പ്രധാനപ്പെട്ട ചർച്ചയാവും.
അപ്പോൾ പ്രധാനപ്പെട്ട പോരാട്ടം LDFും UDFും തമ്മിലാകുമ്പോൾ BJPക്ക് വോട്ട് നില വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഒരു വെല്ലുവിളിയായിട്ട് മാറുന്നു. ഇനി ഈ ഓരോ സ്ഥാനാർത്ഥിയോടും ചില ചോദ്യങ്ങൾ എല്ലായിടത്തു നിന്നും ഉയരുകയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡോക്ടർ N ജയരാജനോട് ഉയർന്ന ചോദ്യം. റബ്ബറിനൊക്കെ 250 രൂപ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിട്ട് ജോസ് കെ മാണി ഇടതുപക്ഷത്തേക്ക് പോയപ്പോൾ കാഞ്ഞിരപ്പള്ളിക്കാർ കൈയടിച്ച് ഒന്ന്. ഇന്ന് 160 രൂപയ്ക്ക് റബ്ബർ വെട്ടുമ്പോൾ കുളത്തുങ്കലിനും ജയരാജനും എന്ത് മറുപടിയാണ് നൽകാനുള്ളത്? വികസനം പറയുന്ന നിങ്ങൾ കർഷകരുടെ കണ്ണീർ കാണാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ഒരു ഭാഗത്ത് ഉയരുന്നു. ഇനി റോണി കെ ബേബിയോടും ചോദ്യങ്ങളുണ്ട്. കാഞ്ഞിരപ്പള്ളിയിലെ UDF വോട്ടുകൾ കഴിഞ്ഞ തവണ BJPയിലേക്ക് ചോർന്നത് റോണിക്ക് അറിയില്ലേ? ഒരു യുവ സ്ഥാനാർത്ഥിയെ ഇറക്കിയതുകൊണ്ട് മാത്രം ജയരാജൻ്റെ 30 വർഷത്തെ പാരമ്പര്യത്തെ മറികടക്കാൻ കഴിയുമെന്ന് നിങ്ങൾ ശരിക്കും കരുതുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾക്കൊപ്പം BJPയുടെ നേതാവ് ജോർജ് കുര്യനോടും ചില ചോദ്യങ്ങൾ ഉയരുകയാണ്. റബ്ബർ വിലയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അവഗണനയ്ക്ക് ജോർജ് കുര്യൻ എന്ത് മറുപടിയുണ്ട്? വെറും രാഷ്ട്രീയ സൗഹൃദങ്ങൾക്കപ്പുറം കാഞ്ഞിരപ്പള്ളിയുടെ മണ്ണിൽ താമര വിരിയിക്കാൻ ആവശ്യമായിട്ടുള്ള വോട്ടുകൾ നിങ്ങൾക്ക് എവിടെ നിന്ന് ലഭിക്കും? ഈ ചോദ്യങ്ങൾ നിരന്തരം ഉയർന്നുകൊണ്ടിരിക്കുന്നു. ആ ചോദ്യങ്ങൾക്കെല്ലാം ഓരോ സ്ഥാനാർത്ഥിയും തങ്ങളുടെ പാർട്ടിയുടെ നയത്തിനനുസരിച്ചുള്ള മറുപടികൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ജനം അത് എങ്ങനെ ഉൾക്കൊള്ളും, ജനം അത് എങ്ങനെ വോട്ടാക്കി മാറ്റുമെന്നുള്ളതാണ് കാണേണ്ടത്. ഇനി ഇവിടുത്തെ പ്രാദേശികമായ ചില ചർച്ചാ വിഷയങ്ങൾ കൂടി നമ്മൾ കാണാതിരുന്നുകൂടാ. റബ്ബർ പ്രതിസന്ധിയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തറവില നിശ്ചയിക്കുന്നതിലെ മെല്ലെപ്പോക്ക്, കർഷകരുടെ ദുരിതം, അതൊക്കെ ഒരു ഭാഗത്തുണ്ട്. വന്യജീവി ആക്രമണമുണ്ട്. എരുമേലി, കാഞ്ഞിരപ്പള്ളി മേഖലകളിലൊക്കെ കാട്ടുപന്നിയും ആനയും ഉയർത്തുന്ന വലിയ ജീവഹാനികളുണ്ട്. ശബരിമല ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. എരുമേലിയിലെ ശബരിമല ഇടത്താവള വികസനം, ചെറുവള്ളി എസ്റ്റേറ്റിലെ വിമാനത്താവള പദ്ധതി. ഇനി ഗതാഗതത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ പ്രാദേശികമായ പ്രശ്നങ്ങൾ, കാഞ്ഞിരപ്പള്ളി ടൗണിലെ ഗതാഗതക്കുരുക്ക്, ബൈപ്പാസ് നിർമ്മാണത്തിലെ കാലതാമസം, ഇതെല്ലാം ചേരുന്ന അവിടുത്തെ പ്രാദേശിക പ്രശ്നങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ കൂടി ജനവികാരം പ്രതിഫലിക്കുന്നതായിരിക്കും ആ മണ്ഡലത്തിൻ്റെ ജനവിധി എന്ന് മാത്രം പറയട്ടെ.